കേരള നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം പുറത്തു വന്നു. സ്ഥാനാർത്ഥികളും മുന്നണികളും സജീവമായി കഴിഞ്ഞു. എല്ലാവരോടുമായി അവരവരുടെ സംസ്കാരത്തിന് ഉൾക്കൊള്ളുന്ന രീതിയിൽ ആക്ഷേപങ്ങളും പരിഹാസങ്ങളുമൊക്കെ ചൊരിഞ്ഞു തുടങ്ങി. പക്ഷേ കേരളത്തിലെ പൊതുസമൂഹത്തെ ബാധിക്കുന്ന അടിസ്ഥാന വിഷയങ്ങളെപ്പറ്റി ചർച്ച ചെയ്യുവാൻ ആരുടെയും നാവ് പൊങ്ങുന്നില്ല എന്നതാണ് ഇപ്പോഴത്തെ രാഷ്ട്രീയ സവിശേഷത. കേരളത്തിലെ ഭൂരിപക്ഷം ജനതയെ ബാധിക്കുന്ന ഏറ്റവും അടിസ്ഥാന വിഷയം ജാതി സെൻസസും അതുപോലെ തന്നെ സാമ്പത്തിക സംവരണം എന്ന പേരിൽ നടപ്പിലാക്കിയ സവർണ ജാതി സംവരണവുമാണ്. ഈ രണ്ട് വിഷയത്തെപ്പറ്റിയും സംസാരിക്കുവാൻ ആർക്കും സമയമില്ല. അതുപോലെ തന്നെ ഡോക്ടർ ബി.ആർ. അംബേദ്കർ ഭരണഘടനയിലൂടെ ഉറപ്പ് നൽകിയ പ്രാതിനിധ്യം ആണ് മൂന്നാമത്തെ വിഷയം. ഇന്ത്യ മഹാരാജ്യത്ത് എല്ലാവർക്കും എല്ലാ കാര്യത്തിലും തുല്യ പ്രാതിനിധ്യം ജനസംഖ്യാനുപാതികമായി നൽകണമെന്ന് ഭരണഘടന പറയുന്നുവെങ്കിൽ കേരളത്തിലെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും രാഷ്ട്രീയ നേതൃത്വങ്ങളും അത് മുന്നണി വ്യത്യാസമില്ലാതെ തന്നെ പ്രാതിനിധ്യം നൽകുന്ന കാര്യത്തിൽ മൗനം അവലംബിക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം. അതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ഇപ്പോഴത്തെ മൂന്ന് മുന്നണികളുടെയും സ്ഥാനാർത്ഥി ലിസ്റ്റ് പരിശോധിച്ചാൽ കൃത്യവും വ്യക്തവുമാണ്. പക്ഷേ ചിന്താശേഷിയില്ലാത്ത പിന്നോക്ക പട്ടികജാതി വിഭാഗങ്ങൾ വോട്ടുകുത്തി യന്ത്രങ്ങളും പശതേക്കൽ തൊഴിലാളികളും മാത്രമാണ് എന്ന് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ കരുതുന്നു എന്നുള്ളത് കൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് എന്ന ചരിത്ര സത്യം നാം മറന്നു പോകരുത്. ഈ തെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ ഞാൻ പലയിടത്തും പല സ്ഥാനാർത്ഥികളുടെയും പോസ്റ്ററുകൾ കാണാനിടയായി. അതിൽ എൻ്റെ നിയോജക മണ്ഡലത്തിൽ ഒരു MLA പറ്റി എഴുതിയിരിക്കുന്നത് ജനകീയൻ എന്നാണ്. ഞാനത് വായിച്ചപ്പോൾ യഥാർത്ഥത്തിൽ തമാശയാണ് തോന്നിയത്. കാരണം ഞാൻ മാവേലിക്കര നിയോജക മണ്ഡലം എന്ന സംവരണ നിയോജക മണ്ഡലത്തിലെ ഒരു വോട്ടറാണ്. എൻ്റെ നിയോജക മണ്ഡലം സംവരണമായത് ഇന്ത്യൻ ഭരണഘടന ഡോക്ടർ ബി.ആർ. അംബേദ്കർ എഴുതിയത് കൊണ്ട് മാത്രമാണ്. അതുകൊണ്ടാണ് ഇവിടെ നിന്നും സംവരണ മണ്ഡലം ഉണ്ടായി എന്നുള്ളത് കൊണ്ട് മാത്രമാണ് സംവരണ വിഭാഗത്തിൽ നിന്നും MLA-മാരും MP-മാരും ഉണ്ടാകുന്നത് എന്ന് ഈ മഹാരഥന്മാർ മറന്നു പോകുന്നു എന്നതാണ് യാഥാർത്ഥ്യം. ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ പാർലമെൻറ്റിൽ EWS എന്ന സവർണ ജാതി സംവരണം നടപ്പാക്കുവാനുള്ള നിയമം വന്നപ്പോൾ മാവേലിക്കരയുടെ MP ആകുന്ന കൊടിക്കുന്നിൽ സുരേഷ് എതിർത്തതായി ഞാൻ കണ്ടില്ല. അത് കേരളത്തിൽ നടപ്പാക്കുവാനായി മുന്നോട്ട് വന്നപ്പോൾ മാവേലിക്കരയുടെ MLA ആയ അരുൺകുമാർ അതിനെ എതിർത്തതായി ഞാൻ കേട്ടില്ല, കണ്ടില്ല. അപ്പോൾ ഇവർ രണ്ടു കൂട്ടരും യഥാർത്ഥത്തിൽ ഡോക്ടർ ബി.ആർ. അംബേദ്കർ ഉയർത്തിയ രാഷ്ട്രീയത്തെ വിറ്റ് കാശാക്കുന്നവരും അതിൻ്റെ കടക്കൽ കത്തിവെക്കുന്നവരുമാണ് എന്നതാണ് സത്യം. അത് NDA ആയാലും BJP ആയാലും അത് തന്നെയാണ് അവസ്ഥ. അപ്പോൾ ഞാൻ പറയാൻ വന്നത്, ജനകീയൻ ഒരാളാകണമെങ്കിൽ എങ്ങനെയാണ് ജനകീയനാകേണ്ടത്? ഭൂരിപക്ഷം വരുന്ന ജനതയുടെ മിനിമം ആവശ്യങ്ങളെ അംഗീകരിക്കുവാനും അതിനെ യാഥാർത്ഥ്യബോധത്തോടുകൂടി കാണുവാനും അതിനുവേണ്ടി പ്രവർത്തിക്കുവാനും തയ്യാറാകുമ്പോഴാണ് ഒരാൾ ജനകീയനാകുന്നത്. അതല്ലാതെ ഈ നാട്ടിലെ സവർണ രാഷ്ട്രീയക്കാരൻ്റെയും പണക്കാരൻ്റെയും കുഴലൂത്തുകാരൻ എങ്ങനെയാണ് ജനകീയനാകുന്നത്? ഞാൻ കുറച്ച് നാളുകൾക്ക് മുമ്പ് കേരള നിയമസഭയിൽ എൻ്റെ MLA നടത്തിയ ഒരു പ്രസംഗം കേൾക്കുവാൻ ഇടയായി. അദ്ദേഹം അതിൽ പറഞ്ഞിരിക്കുന്നത്, ഞാൻ വിദ്യാഭ്യാസം ചെയ്യുന്നത് എങ്ങനെയായിരുന്നു എന്ന് നിങ്ങൾക്കറിയാമോ? ഞാൻ കോൺവെൻറ്റ് സ്കൂളിലാണ് പഠിച്ചത്. അത് പഠിക്കുവാനുള്ള സാഹചര്യമുണ്ടാക്കിയത് ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻറ്റ് CS സുജാതയാണ് എന്നാണ്. ഇത്രയും പറഞ്ഞ ഒരു MLA എത്രയോ വിഡ്ഢിത്തമാണ് പുലമ്പിയത് എന്ന് ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട്. കാരണം കേരളത്തിലെ പിന്നോക്ക പട്ടികജാതി വിഭാഗങ്ങളെയൊക്കെ നയിക്കുവാനും നന്മയിലേക്ക് കൊണ്ടെത്തിക്കുവാനും വേണ്ടി നടപ്പാക്കിയ രണ്ട് സംവിധാനങ്ങളുണ്ട്. ഒന്ന് പിന്നോക്ക വികസന കോർപ്പറേഷനും മറ്റൊന്ന് പട്ടികജാതി വികസന കോർപ്പറേഷനും. അതിൽ പട്ടികജാതി വികസന കോർപ്പറേഷൻ പഠിക്കുവാൻ മിടുക്കരായ എന്നാൽ അതിന് സാഹചര്യമില്ലാത്ത പട്ടികജാതി വിദ്യാർത്ഥികളെ കോൺവെൻറ്റ് സ്കൂളുകളിൽ പഠിപ്പിക്കുവാനുള്ള ഒരു നിയമം ഈ നാട്ടിൽ നടപ്പാക്കി. അത് നടപ്പാക്കുന്നതിന് വേണ്ടി ചുമതലപ്പെടുത്തിയത് അതത് ജില്ലാ പഞ്ചായത്തുകളെയാണ്. അതുപോലും അറിയാത്ത ഒരു MLA നമ്മളുടെ നാട്ടിലുണ്ട് എന്ന് അന്നത്തെ പ്രസംഗത്തിലൂടെ എനിക്ക് ബോധ്യപ്പെട്ടു. ഇങ്ങനെയുള്ള ചുക്കിനും ചുണ്ണാമ്പിനും കൊള്ളാത്ത വാഴകളെ ആണ് പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൻ്റെ പേരിൽ MLA-മാരും MP-മാരുമായി രാഷ്ട്രീയക്കാർ നിർത്തുന്നത് എന്ന സത്യം നാം തിരിച്ചറിയണം.
അതുകൊണ്ട് എന്നെ ശ്രമിക്കുന്ന പ്രിയങ്കരായ സുഹൃത്തുക്കളോട് പറയാനുള്ളത്, പട്ടികജാതിക്കാരൻ്റെ അവകാശങ്ങളെപ്പറ്റി, പട്ടികജാതിക്കാരൻ്റെ ന്യായമായ താല്പര്യങ്ങളെപ്പറ്റി ബോധവും അതുപോലെ തന്നെ അറിവുമുള്ളവർക്കേ വോട്ട് ചെയ്യാവൂ എന്ന് ഞാൻ വിനയത്തോടു കൂടി അഭ്യർത്ഥിക്കുകയാണ്. പട്ടികജാതി വിഭാഗത്തിൽ ജനിച്ചു എന്ന ഒറ്റ കാരണം കൊണ്ട് ആരും പട്ടികജാതി വിഭാഗത്തിൻ്റെ നന്മ ആഗ്രഹിക്കുന്നവരും കാക്ഷിക്കുന്നവരുമല്ല എന്നാണ് കഴിഞ്ഞ 5 വർഷക്കാലത്തെ ഈ പറയുന്ന അരുൺകുമാർ എന്ന മാവേലിക്കര MLA പ്രവർത്തനത്തിൽ നിന്നും ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. കാരണം എന്താ? പട്ടികജാതി വിഭാഗത്തിലെ വിദ്യാർത്ഥികൾക്ക് 18 മാസമായി ഈ ഗ്രാൻഡില്ല, വിദ്യാഭ്യാസം ചെയ്യാനുള്ള അവസരമില്ല, അതിനുള്ള പണം സർക്കാർ നൽകുന്നില്ല. പക്ഷേ ഒരു സ്വകാര്യ പ്രമേയം പോലും കേരള നിയമസഭയിൽ കൊണ്ടുവരാൻ ഈ അരുൺകുമാർ എന്ന് പറയുന്ന മാവേലിക്കരയുടെ MLA നാവ് പൊങ്ങിയില്ല, കയ്യിലെ പേന ചലിച്ചില്ല. ഇങ്ങനെയുള്ള പട്ടികജാതിക്കാരനെ വഞ്ചിക്കുന്നവരെ തിരിച്ചറിയുവാനും പ്രതിഷേധിക്കുവാനും പ്രതികരിക്കുവാനും നമ്മൾ തയ്യാറാകേണ്ട കാലഘട്ടമാണിത്. ഇവർ ജനകീയരല്ല, ജനവിരുദ്ധരാണ് എന്ന് നാം തിരിച്ചറിയണം.